ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ബട്ടർഫ്ലൈയുടെ ഒരു ബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഷോപ്പിലേക്ക് ഓർഡറും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണോ ബട്ടർഫ്ലൈയുടെ മോഡൽ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പ്രിൻ്റ് വരുന്ന ഈ ഒരു മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതിന് മാച്ചായിട്ടുണ്ടല്ലോ ഈ ഒരു കളറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റിൻ്റെ ഒരു ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് രണ്ടും കൂടെ തയ്ച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതായത് കണ്ട അങ്ങനെ വെച്ചിട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഷോപ്പിലൊക്കെയാണെങ്കിൽ അതിൻ്റേതായ നീറ്റ്നെസ്സിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കൂടെ വേണം നമ്മൾ ഈ ഒരു വശം കൊണ്ട് പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. എന്നാലാണ് നമുക്ക് നല്ല വശം അവിടെ കിട്ടുള്ളൂ. രണ്ടും അങ്ങനെ ആകാമ്പലം മറിച്ചിട്ടുണ്ട്. അതായത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അടിച്ചിട്ട്, പിന്നെ ചീത്ത വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വശം പുറത്തേക്ക് മറിക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ സെൻറ്ററിലാണ് ഗ്യാപ്പ് വിടുന്നത്, അത് സൈഡിലാണ് ഗ്യാപ്പ് വിടുന്നത് വെച്ചെങ്കിൽ അതേ സെയിം നൂലുകൊണ്ട് തന്നെ നമ്മൾ അവിടെ രണ്ടും പൂട്ടണം. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ പൂട്ടിയിട്ടില്ല. ഞാൻ തൽക്കാലം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമാണ്. എനിക്ക് ഇതേ സാധനം തന്നെയാണ് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. ഇനി ഒന്നെങ്കിൽ ഈ സെൻറ്റർ ഭാഗത്ത് കൂടെ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് വെക്കുക. ഇനി സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്നെങ്കിൽ തുന്നി കൊടുക്കുക. ഇങ്ങനെ സൂചി ഉപയോഗിച്ചിട്ട് തുന്നുക മീൻസ് നമ്മൾ തുന്നിയുടെ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടം വരെ മടക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മടക്കിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഏത് പീസാണോ നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ സെൻറ്ററിൽ കൂടെ ആ പീസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെയിം തന്നെയാണ് ഇപ്പോൾ സെൻറ്ററിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അത് കൊടുത്തിട്ട് കാണിച്ചു തരാം. കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കൈയ്യെടുക്കാത്തത്, ഇവിടെ ഞാൻ പശ ഒട്ടിച്ചിട്ടില്ല. കണ്ട അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബട്ടർഫ്ലൈ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് ഇനി കൂടുതൽ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരുപാട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാ ബട്ടർഫ്ലൈയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഇനി ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട ആൾ ആരാണോ അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട ആൾ ആരാണോ അവർക്കാണ് നമ്മൾ ഇനി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണില്ല, എനിക്കത് കാണാം. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഗിവ് അവേയിൽ ആരാണെന്നുള്ളത് പറയുമല്ലോ, അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട വ്യക്തിക്കാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ മാസവും നോക്കും. അതും നിങ്ങൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റേതായ നമ്മളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, അല്ലാണ്ട് വെറുതെ ഇമോജി അങ്ങനെ ഇട്ടവർക്കൊന്നും നമ്മൾ തരൂല. നമ്മൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിനുള്ളൊരു അഭിപ്രായം, എന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നവർക്ക് മാത്രമാണ്, ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്ക് നമ്മൾ എന്തായാലും ഓരോ ഗിഫ്റ്റ് ഓരോ മാസവും നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണത് മാർച്ച് 1 മുതൽ മാർച്ച് ലാസ്റ്റ് വരെ നമ്മൾ നോക്കും. എന്നിട്ട് അത് നമ്മൾ കമൻറ്റ് പിക്കർ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട ആളുകൾക്ക് നമ്മൾ അങ്ങനെയാണ് സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു ഇത് ഓണായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട ആൾ, അതായത് ഒരാളുടെ പേരാണെങ്കിൽ ആ ആളുടെ പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര കമൻ്റ് ഇട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ടോട്ടൽ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇനി മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരുപാട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.